ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒരു വചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്കെല്ലാവർക്കും വലിയ നന്മകളാലും അനുഗ്രഹങ്ങളാലും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം തിമത്യോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ധന്യനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തോലൻ തിമത്യോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. അടുത്ത വാക്യം, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ സ്വർഗീയ രാജ്യത്തിനെ രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വവും. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എനിക്കാരും തുണ നിന്നില്ല. പ്രതീക്ഷിച്ച പലരും തുണ നിന്നില്ല എന്ന് അപ്പോസ്തോലൻ പൗലോസ് ലീഹ പറയും. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. അവൻ എനിക്ക് തുണ നിന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നെ കൊണ്ട് എന്ത് ചെയ്യണമെന്നോ അതെല്ലാം അവൻ നിവർത്തിച്ചു, അവൻ ചെയ്യിപ്പിച്ചു. ആമേൻ. അനുഗ്രഹീതനായിരിക്കുന്ന ശുശ്രൂഷകനായ പൗലോസ് തൻ്റെ വിശ്വാസ യാത്രയിൽ തനിക്കുണ്ടായ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയായി വിളിച്ചു പറയുന്നു, എന്നെ എല്ലാവരും കൈവിട്ടു. ആരും എൻ്റെ പക്ഷം പറഞ്ഞു നിന്നില്ല, എനിക്ക് തുണ നിന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ഇങ്ങനെ നമ്മളും നമ്മുടെ ജീവിതയാത്രയിൽ എത്തിപ്പെട്ടിട്ടില്ലേ? നാം പ്രതീക്ഷിക്കുന്ന സമയത്ത്, വിചാരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ പ്രാപ്തിയുള്ളവർ പോലും മിണ്ടാതെ കൈയൊഴിയുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ വന്നിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മെ എല്ലാവരും മറന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രിയരെന്ന് കരുതിയവർ പലരും നമ്മെ അറിയാതെ അറിഞ്ഞുമൊക്കെ മാറിപ്പോയ സന്ദർഭങ്ങളും സമയങ്ങളും വന്നിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ ഉലയ്ക്കുകയും വലിയ മാനസിക സംഘർഷത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ പൗലോസ് പറയുന്നു, ആരും തുണ നിന്നില്ലെങ്കിലും ദമസ്കോസിന്റെ പടിവാതിക്കൽ എന്നെ സന്ദർശിച്ച, എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷത കൈവിടാത്ത ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ പ്രിയരെ, സഹായിപ്പാൻ കഴിയുന്ന മനുഷ്യരും നമ്മൾ പ്രിയം വെച്ച പലരും നമ്മെ മറന്നു പോകുമ്പോൾ മറക്കാത്ത ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പും നിശ്ചയം. മനുഷ്യർ തുണ നിന്നിട്ടുകൊണ്ടോ, മനുഷ്യർ പക്ഷം പിടിച്ചതുകൊണ്ടോ, മനുഷ്യർ മുഖസ്തുതി പറഞ്ഞതുകൊണ്ടോ ഒന്നും നേടാൻ വേണ്ടി ഇല്ല. എന്നാൽ ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം മറന്നാലും മറക്കാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ പ്രസംഗത്തിൽ എന്നെ കൊണ്ട് അവൻ പ്രസംഗിപ്പിച്ചു. സിംഹങ്ങളെ വായെ അടച്ചു. ദുഷ്പ്രവർത്തിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. മാത്രമല്ല, സ്വർഗീയ മഹത്വത്തിൽ എന്നേക്ക് അവനാകും അവകാശിയാക്കി. കർത്താവ് തുണ നിന്നാൽ നിന്റെ ഭാവിയിൽ നീ എന്തായി ചേരും, എന്തായി തീരും, അത് ദൈവം നിന്നെ അങ്ങനെ തന്നെ ആക്കും. കർത്താവ് നിനക്ക് തുണ നിന്നാൽ നീ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. കർത്താവ് നിനക്ക് തുണ നിന്നാൽ നീ ആകേണ്ടതുപോലെ ആകും. ആരെല്ലാം കൈവിട്ടാലും, സംഘടനകളോ പ്രസ്ഥാനങ്ങളോ വീടോ നാടോ അപ്പനോ അമ്മയോ കൂടപ്പുറപ്പോ കൈവിട്ടാലും, കൈവിടാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുണ്ട്. അവൻ എനിക്ക് തുണയായിരിക്കുന്നത് കൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം പറയും.
എത്ര പേര് ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. പൗലോസ് പറയുന്നു, ആരും തുണ നിന്നില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് തുണയായിരിക്കുന്നു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് സകല പ്രസംഗങ്ങളും അവൻ നിവർത്തിപ്പിച്ചു. അതെ, കർത്താവിൻ്റെ മഹത്വത്തെ പ്രസംഗിപ്പിക്കുവാൻ സാധ്യതകളില്ലാത്ത ഇടത്ത് ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, സകലതും ചെയ്യിപ്പിച്ചു. ആമേൻ. അടുത്ത് വായിക്കുന്നു, സകല ജാതികൾ അത് കേൾക്കുവാൻ എന്നെ ശക്തീകരിച്ചു ദൈവം. ഞാൻ അങ്ങനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ദൈവം ശക്തീകരിക്കുമ്പോൾ ചില സിംഹങ്ങളുടെ വായിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വാ പിളർന്ന് വിഴുങ്ങുവാൻ നിൽക്കുന്ന ചില സിംഹങ്ങളുടെ വായിൽ നിന്ന് സർവശക്തൻ നമ്മെ വിടുവിക്കും. ഏതെല്ലാം സാഹചര്യങ്ങൾ, ഏതെല്ലാം ബന്ധനങ്ങൾ, ഏതെല്ലാം പ്രതികൂലങ്ങൾ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്നുവോ അത് ഓർത്ത് ഭയപ്പെടരുത്. വിളിച്ചു പറ, കർത്താവ് എനിക്ക് തുണയാണ്. അവൻ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് എൻ്റെ കൂടപ്പറപ്പല്ല, എൻ്റെ അപ്പനല്ല, അമ്മയല്ല, എൻ്റെ ദൈവമാണ്. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ കൂടെ 1000 പേരുണ്ടായിരുന്നിട്ട് കാര്യമില്ല. ദൈവമില്ലാത്ത 1000 പേരും ദൈവം ഉള്ള ഒരാളും അതിൻ്റെ വലിയ ശക്തിയുടെ പ്രദർശനങ്ങളാണ്. ദൈവമില്ലാത്ത 1000 പേരുണ്ടായിട്ട് എനിക്കൊരു കാര്യവുമില്ല. എന്നാൽ ഞാൻ ഏകനാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന സകല കാര്യങ്ങളും എൻ്റെ ദൈവം എന്നെ ആമേൻ ചെയ്യിപ്പിച്ചെടുക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നീ ആശ്രയം വെക്കരുത്. ആമേൻ. അവങ്കലേക്ക് നോക്കി അവന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. യബ്ബേസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം നിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. എൻ്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ എനിക്ക് ആരുമില്ല, നീയല്ലാതെ എനിക്ക് ആരുമില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പറയുന്നു, യബ്ബേസ് പ്രാർത്ഥിച്ചതിനെയൊക്കെ ദൈവം അവന് നൽകി. ദൈവം എനിക്ക് തുണ നിന്നാൽ, ദൈവം എൻ്റെ പക്ഷത്ത് നിന്നാൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ദൈവം പല കാര്യങ്ങളിൽ ചെയ്യിപ്പിക്കും. ദൈവ ഉദ്ദേശം, ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ എന്നെ കൊണ്ട് നിവർത്തിപ്പിക്കും. ആമേൻ. പൗലോസ് പറയുന്നു, എന്നെ കൊണ്ട് അവൻ പ്രസംഗിപ്പിച്ചു. ജാതികൾ അത് കേൾക്കാൻ തക്കവണ്ണം എന്നെ എൻ്റെ ദൈവം ശക്തീകരിച്ചു. മനുഷ്യരുടെ ശക്തിയും മനുഷ്യരുടെ കരുതലൊന്നും സ്ഥിരമല്ല പ്രിയരെ. അയ്യോ, മക്കൾ കരുതും, ഭാര്യ കരുതും, ഭർത്താവ് കരുതും, വീട്ടുകാർ കരുതും, സഭ കരുതും എന്നൊന്നും നാം വിചാരിക്കരുത്. നമ്മെ കരുതുവാനും സ്നേഹിക്കുവാനും മടികൂടാതെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഒരേ ഒരാൾ മാത്രമാണ്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പൗലോസിന്റെ ഭാഷയിൽ പറയുന്നു, അവൻ എന്നെ ശക്തീകരിച്ചതുകൊണ്ട് ചില സിംഹങ്ങളുടെ വായടഞ്ഞു. നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരെ, വിശ്വാസ ജീവിതത്തിനെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ, അല്ല നിന്റെ ആത്മീയവും ഭൗതികമായ നന്മയ്ക്കെതിരെ വാ പിളർന്നു നിൽക്കുന്ന ചില സിംഹങ്ങളെ, അതിൻ്റെ വായടപ്പിക്കുന്നൊരു തുണ ദൈവവൈതലൻ നിനക്കുണ്ട്. അത് മറ്റാരുമല്ല, നസ്രയനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അത് ലജ്ജിക്കേണ്ട വഴികളിൽ, ലജ്ജിക്കേണ്ട സന്ദർഭങ്ങളിൽ നാം അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. പൗലോസ് പറയുന്നു, സിംഹങ്ങളുടെ വായടച്ചു. ആമേൻ. അത് സിംഹങ്ങളുടെ വായടയ്ക്കുന്ന ഒരു സിംഹം, അതാരാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹം. സിംഹം എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുന്നേറ്റാൽ
മറ്റു പലരുടെയും വാകൾ അടയും. ഈ ലോകത്ത് അനേകരുടെ ജീവിതത്തെ വഴിമുട്ടിച്ചവരാണവർ. അനേകരെ തകർത്ത ബലവാന്മാർ, അനേകരെ ആഭിചാരം ചെയ്തോ മന്ത്രവാദം കൊണ്ടോ കൂടോത്രം കൊണ്ടോ തകർത്ത ചില ബലവാന്മാർ. അതെ, നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സിംഹം എഴുന്നേൽക്കും. അവൻ നിനക്ക് തുണയാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും അവൻ നിർവഹിക്കും. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. 2025 ആഗതമാകുന്നു. അതെ, 24 കാണാത്ത നന്മകളും അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികമായ വിടുതൽ 2025 ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. അതെ, കർത്താവ് എനിക്ക് തുണ നിന്നു. ഉറപ്പിച്ചു പറയണം, ഏത് സാഹചര്യങ്ങളിലും ഏതു പ്രയാസങ്ങളിലും എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ്. അവൻ എൻ്റെ തുണയാണ്. തുണ എനിക്ക് യേശുവേ, കുറവെനിക്കില്ലതാൻ. അനുദിനം തൻ ചിറകിൽ മറവിൽ വസിച്ചിടും എന്ന പാട്ടുകാരോട് കൂടെ ചേർന്ന് പാടാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.